ഞാൻ മോനെ രണ്ടാമത്തെ ടി വി ഇതായിരിപ്പുണ്ട്. ഇതാണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു വെറൈറ്റി സംഭവം. അപ്പോൾ മച്ചാന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ ഇന്നും ഒരു കുട്ടി കൊമ്പനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ കുറ്റിച്ചിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ താജ്മഹൽ. നമ്മുടെ വീട്ടിൽ ഇതിനു മുമ്പും അവരെ വണ്ടികളും അവരെ ക്രൂ മെമ്പേഴ്സും വന്നിട്ടുണ്ട്. അവരുടെ ഈ പുതുതായിട്ട് ഇറങ്ങിയ ഒരു കുട്ടി കൊമ്പൻ്റെ 19 സീറ്റർ ആഴ്ചയിൽ ഇറങ്ങിയ ഒരു കുട്ടി കൊലകൊമ്പൻ്റെ BRSൻ്റെ അതിമനോഹരമായിട്ട് കിട്ടിലും വർക്കുള്ള ഒരു ചെക്കൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ 19 സീറ്റിൽ 2 TV, അതായത് നമ്മൾ വലിയ ബസ്സിലൊക്കെ 3 TV ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ 19 സീറ്റിൽ 2 TV ചെയ്ത ഫസ്റ്റ് വണ്ടിയാണ്. ഫസ്റ്റ് വണ്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ പറയാം. കേരളത്തിൽ ആദ്യമായിട്ട് ചെറിയ വണ്ടി 2 TV കയറ്റിയ വണ്ടി. അതുപോലെ തന്നെ ഇന്റീരിയർ വർക്കിൽ BRSൻ്റെ അതികിടിലമായിട്ട് റോഡ് ഷോയ്ക്ക് വേണ്ടി സൂപ്പറായിട്ട് വേറെ ലെവല് വർക്ക് ചെയ്ത നമ്മുടെ താജ്മഹലിൻ്റെ ബാക്ക് ബെഞ്ചർ അലമ്പൻ്റെ വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓച്ചാമർ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരു അടിപൊളി സ്വാഗതം. വാചാമാർ ആദ്യം തന്നെ വണ്ടിയുടെ ഓവറോൾ ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങാം. 8 ടോപ്പ് ലൈറ്റ് കിടിലായിട്ട് മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ എടുത്തു പറയേണ്ട കാര്യം ഫ്രണ്ട് ഐച്ചറിൽ നിന്ന് സാധാ അവരുടെ കസ്റ്റം ബോഡിയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളെ ഫാത്തിമ ബോഡി ക്രാഫ്റ്റ്സ് ആണ് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും മാറ്റിയത്. ഫ്രണ്ട് വേഗയാക്കി ഇപ്പം ബാക്കും വെട്ടി മാറ്റി നമ്മൾ ഫാത്തിമ ബോഡി ക്രാഫ്റ്റ്സ് ആണ്. അപ്പം ഫാത്തിമ ബോഡി ക്രാഫ്റ്റ്സ് എന്നത് മുകളിലാണ്. അതിൻ്റെ താഴെയുള്ള ഒരു ചെറിയ ഗ്രൗണ്ട് പോലെ സ്ഥലമുണ്ട് പയ്യമ്മ കളിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫാത്തിമ ബോഡി ക്രാഫ്റ്റ്സിൻ്റെ ഒരു കയ്യപ്പും കൂടി ഈ ഒരു വണ്ടിയിലുണ്ട്. ആ ഒരു താജ്മഹൽ എഴുതിക്കുന്ന ആ ഫോണ്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കണം വണ്ടി പിക്സലാണ്. നമ്മുടെ BRSലാണ് ഈ ഒരു പിക്സൽ ബോർഡും ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നേരെ താഴെ വരുമ്പോൾ ഇതുവരെ കണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എഡിഷൻ നെയിം നമുക്കിവിടെ കാണാൻ സാധിക്കും. ദ ബാക്ക് ബെഞ്ചർ അലമ്പൻ. നമ്മുടെ ബാക്ക് ബെഞ്ചർ എന്നൊക്കെ പറയുമ്പോൾ അലമ്പം ടീംസാണ്. അപ്പോൾ ആ ഒരു ടീംസിൻ്റെ ഒരു വെറൈറ്റി പേര് ഈ ഒരു കുട്ടി കൊമ്പനിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വലിയ അട്രാക്ഷൻ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കണം ഈ ഒരു 2 കൊമ്പ് ഒരു വൈറ്റ് കളറിൽ. ഇപ്പം ഇതിൽ സ്റ്റിക്കറുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റിക്കർ വർക്കിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നമ്മുടെ ഓണറൊക്കെ പറഞ്ഞത് ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പം ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നും. ഇതെല്ലാം ചെയ്യുവാണെങ്കിൽ നമ്മൾ വീണ്ടും അതിൻ്റെ അപ്ഡേഷൻ വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ വണ്ടി എന്തായാലും ഫുൾ വൈറ്റിലാണ് കിടക്കുന്നത്. വണ്ടി ഫുൾ വൈറ്റിലാണ് ഈ ഒരു വണ്ടി കിടക്കുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് ചെയ്തതിലെല്ലാം ഇപ്പോൾ വണ്ടി വൈറ്റിൽ മുകളിൽ തുമ്പിക്കയുടെ അവിടെ കൊമ്പിൻ്റെ അവിടെ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് റെഡ് കളറിൽ ലൈറ്റ് വച്ചേക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് അത് ഫുൾ വൈറ്റ് വണ്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് കളറിൻ്റെ ഒരു ഫിനിഷിങ് വന്നപ്പോൾ വണ്ടിക്ക് കിട്ടുന്ന ഒരു ക്ലാസ് ലുക്കാണ്. അതൊന്ന് താഴെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെയും ഇവിടെ ഒരു ഒറ്റ നിരയായിട്ട് ഒരു ബ്ലാക്ക് കളർ കൊടുത്തപ്പോൾ വണ്ടിക്ക് ഒരു ക്ലാസ് ലുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മളെ വീഗിലൊക്കെ ഉള്ള പോലത്തെ അതേ സെയിം ഹെഡ്ലൈറ്റും കാര്യങ്ങളും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നടുക്ക് നമ്മളെ പ്രകാശിൻ്റെ വണ്ടിയിലൊക്കെ ചെയ്യുന്ന ആ ഒരു സംഭവത്തിലുള്ള രീതിയിൽ ഫാത്തിമയുടെ ഒരു ലോഗോ സെൻട്രൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രാഷ് കാർഡും ഫോഗ് ലൈറ്റുകളും ഒരു വലിയ ഒരു 4x4 ഫോഗ് ലൈറ്റുകളൊക്കെ അവിടെ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്ന അഴക് മോനെ ഒറ്റ ഓടത്തിൽ പറഞ്ഞാൽ വേറെ ലെവൽ. അപ്പോൾ വെച്ചാൽ ഫ്രണ്ട് ലുക്കിൻ്റെ കാര്യം ഇല്ലല്ലേ സൂപ്പറല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 4-8 വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ റോഡ് ഷോ ഒക്കെ മസ്റ്റാണ് എല്ലാ വണ്ടിയിലും. കാരണം ഈ റോഡ് ഷോ എന്ന് പറയുന്നത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴല്ല, നിർത്തിയിട്ടിരുന്ന സമയത്ത് മറ്റു വണ്ടികളോ അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനം, അല്ലെങ്കിൽ ഈ ഒരു വണ്ടി സ്നേഹിക്കുന്നവരൊക്കെ വരുമ്പോൾ ആ വണ്ടി ഇന്നതാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ് വയ്ക്കുന്നത്. അല്ലാതെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് ഡ്രൈവർമാർക്ക് ശ്രദ്ധ ധരിക്കുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് ഇപ്പോൾ ഇത് വയ്ക്കാറില്ല, ഇടാറില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഇടാറില്ല, അതാണ് ചെയ്യുന്നത്. ഫ്രണ്ടിലുള്ള ഓവറോൾ ലുക്ക് വേറെ ലെവലാണ്. ഇപ്പം സൈഡിലേക്ക് വരുമ്പോഴും അധികം എടുത്ത് പറയാൻ കഴിയില്ലാത്ത സംഭവം തന്നെയാണ്. കാരണം സൈഡിലും ആ ഒരു ക്ലാസ് ലുക്കായിട്ട് ഒരു വൈറ്റ് ഫിനിഷിങ്ങിലാണ് വണ്ടി കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലേക്കും വണ്ടി ഫുൾ വൈറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്ത് കാണിക്കുന്ന ഒരു കാര്യം ഈ ഒരു വീൽ കപ്പാണ്. ഫാത്തിമയിൽ മാത്രം ചെയ്തെടുക്കുന്ന ഈ ഒരു വീൽ കപ്പാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഫ്രണ്ട് വീൽ കപ്പും ബാക്ക് വീൽ കപ്പും കൂടെ
വളരെ തുച്ഛമായ വിലയുള്ളൂ. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ വിളിച്ചാൽ മതി. ഈ ഒരു വീൽ കപ്പ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അല്ല, ഫ്രണ്ടിൽ ഇത് സൈഡിൽ മൊത്തം ഒരു വൈറ്റ് ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഇത് വൈറ്റിലാണ് ഫുൾ ഫിനിഷ് ചെയ്ത് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു വൈറ്റ് കളറിൽ നിന്ന് വേണമെങ്കിൽ മാറി സ്റ്റിക്കറോ അല്ലെങ്കിൽ ഗ്രാഫിക്സോ അല്ലെങ്കിൽ വരയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മാരക ലുക്കായിരിക്കും. അപ്പോൾ ആ ഒരു ലുക്കിലേക്ക് ആയിരിക്കും ചിലപ്പോൾ ഈ വണ്ടിയിൽ മാറാൻ പോകുന്നത്. അതിന് ഏറ്റവും ബാക്കിൽ വന്നപ്പോഴും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു വൈറ്റ് ഫുൾ വൈറ്റിൽ ഒരു ബ്ലാക്കിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്കിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തപ്പോൾ ഒരു ക്ലാസ് ലുക്കാണ് കിട്ടുന്നത്. നമ്മുടെ ഇവിടെ ടെയിൽ ലാമ്പിനകത്ത് ആ ഒരു ഫിനിഷ് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബ്ലാക്കിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു ലുക്കിലാക്കി മാറ്റി. അത് ഈ ക്ലാസ് ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ പറയാം ഫുൾ വൈറ്റ് ആണ് എല്ലാ വണ്ടി ഇറങ്ങുന്നത്. എന്നിട്ട് അതിന് നമ്മൾ സ്റ്റിക്കർ ആക്കി അല്ലെങ്കിൽ വരയ്ക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഫുൾ വൈറ്റ് നിൽക്കുന്ന ഒരു വണ്ടിയിൽ അവിടെ ആയിട്ട് ബ്ലാക്ക് കൊടുത്തപ്പോൾ നമ്മളറിയില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തപ്പോൾ വണ്ടി ലുക്കായി, സൂപ്പർ ലുക്കായി. അതുപോലെ ഫാത്തിമ ബോഡി ക്രാഫ്റ്റ്സിൻ്റെ ഒരു ചെറിയ ലോഗോ, അപ്പം പ്രകാശിൻ്റെയൊക്കെ എല്ലാം ചെയ്യുന്നത് അതേ സെയിം രീതിയിൽ ബാക്കിൽ നിന്ന് പ്രകാശിൻ്റെ എംബ്ലവും ഫാത്തിമ ബോഡി ക്രാഫ്റ്റ്സ് കുന്നത്തുകാൽ നെയ്യാറ്റിൻകര TV നമ്പരും ഒരു ലോഗോ ഒരു സഹിതം ആ ഒരു സംഭവത്തിലാണ് ബാക്കിൽ ചെയ്തിട്ടുണ്ട്. ലുക്കിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ വണ്ടി പ്രാന്തന്മാരും ശ്രദ്ധിക്കുന്നത് ആ ഒരു വണ്ടിയുടെ കളറാണ്. അതുകൊണ്ടാണ് ഞാനത് പിന്നെയും പറയുന്നത്. ഒരു ക്ലാസ് ലുക്കാണ് വണ്ടിക്ക് ഇതിന്. കാരണം നമ്മൾ ഒരു എന്താ പറയുക, ഒരു ചെറിയ അഴുക്ക് പോലും ഇല്ലാതെ ഇപ്പം വണ്ടി കഴുകി കുട്ടപ്പനാക്കി ആ ഒരു രീതിയിൽ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ഈ ഒരു വണ്ടി. അപ്പോൾ പുറം ഭാഗം എന്ന് പറയുന്നത് നമുക്ക് മനം കുളിർക്കുന്ന ഒരു വൈറ്റ് കളറിലാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നത്. അത് തന്നെ പറയാൻ വിട്ടുപോയ കാര്യം നമ്മുടെ ബമ്പർ ലിപ്സ്. ഇപ്പം ബമ്പർ ലിപ്സും നിയോൺ സ്ട്രിപ്പും എല്ലാം മസ്റ്റാണ്. അപ്പോൾ വണ്ടി വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ക്ലാസ് ആയിട്ട് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോർഡ്. പക്ഷേ വണ്ടിയുടെ വെളിയിൽ നിന്ന് നമ്മളെ എഡിഷൻ നെയിം നോക്കി തന്നെ ഒരു പക്ക ബാക്ക് ബെഞ്ചിന് അലമ്പം തന്നെയാണ് വണ്ടിക്കകത്ത് കയറിയ ഒരു എന്താ പറയുക. നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ 2 TV കേരളത്തിൽ നമ്മളെ അറിവിൽ ഈ ചെറിയ വണ്ടി സെഗ്മെൻറ്റിൽ 2 TV കയറ്റുന്ന ആദ്യത്തെ വണ്ടിയാണ്. നമ്മളെ അറിവിൽ കേരളത്തിൽ ആദ്യമായിട്ട് 2 TV കയറ്റുന്ന വണ്ടി നമ്മുടെ താജ്മഹലിൻ്റെ ഒരു അലമ്പം തന്നെയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ എഡിഷൻ നെയിം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ബാക്ക് ബെഞ്ചർ അലമ്പൻ എന്നുള്ളൊരു എഡിഷൻ നെയിമാണ് ഈ വണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് അകത്തേക്ക് കയറുമ്പോഴും ആ ഒരു അടിച്ചുപൊളി ഫീലിംഗ് ആണ് ഇതിനകത്ത് കാണുന്നത്. കാരണം പിക്സലും ലൈറ്റ് വർക്കും നിയോണും കൊണ്ട് അടിപൊളിയായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓച്ചന്മാരെ ഇതിൻ്റെ അത് മൊത്തമുള്ളൊരു ഓവർ ലുക്ക് നിൽക്കാണ്. രണ്ടാമത്തെ TV സെൻറ്ററിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഫ്രണ്ടിൽ JBL ഒരു സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിന് ലൈസറിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ TV പക്ക ഫിനിഷിംഗ് കൂടെ തന്നെ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തൊട്ട് ബാക്കിൽ വെക്കുമ്പോൾ ഇവിടെയും സ്പീക്കർ സംഭവം ഒരു ബോക്സ് രീതിയിൽ ഒരു ക്യാബിൻ ഒരു സെറ്റപ്പ് രീതിയിൽ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് ബാക്കിൽ വെക്കുമ്പം ഇവിടെയും JBL സ്പീക്കർ ഇവിടെ മറ്റേ ഒരു ഷോ ലൈറ്റിലുള്ള ഒരു ലൈറ്റ് സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിടക്കുന്ന സംഭവം നീളത്തിലുള്ള ആ ഒരു ബാർ ലൈറ്റ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഷോ ലൈറ്റ് വീണ്ടും ഇവിടെ വെച്ചിട്ടുണ്ട്. മോനെ രണ്ടാമത്തെ TV ഇരിപ്പുണ്ട്. ഇതാണ് നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു വെറൈറ്റി സംഭവം. കേരളത്തിൽ ആദ്യമായിട്ട് 2 TV കയറ്റിയ വണ്ടി ആ സംഭവം ഇതാണ്. അതുപോലെ JBL സ്പീക്കർ വീണ്ടും ഇവിടെ ആ സ്മോക്കർ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് ഗൈസ്. അതുപോലെ തന്നെ തൊട്ട് ബാക്കിൽ വരുമ്പോൾ നമ്മുടെ ഫോർവേഡ് ലേസർ ഒരു സംഭവത്തിൻ്റെ അകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. BRSൻ്റെ വർക്ക് ആ ഒരു ഡിസൈൻ നമ്മളെ കിങ് ബുൾ കാളക്കുറ്റൻ്റെ ഒരു സിമ്പൽ ഒരു ലോഗോ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നിയോൺ സ്ട്രിപ്പിൻ്റെ അകത്താണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെയും രണ്ടൊരു ക്യാബിൻ പോലെയാണ് ഒരു പഞ്ച് ബോക്സിൻ്റെ അകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാബിൻ്റെ കാര്യം പറയുമ്പോൾ BRS വേറെ ലെവലാണ്. അവരുടെ ആ ഡിസൈൻ ചെയ്യുന്നതിൽ വേറെ ലെവലാണ്. കാരണം നിയോൺ സ്ട്രിപ്പ് എല്ലാം ഓണാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം റെഡ് നിയോൺ സ്ട്രിപ്പ്, ഇവിടെ നിയോൺ, ഇതിൻ്റെ ഇടയ്ക്കിടയിലെല്ലാം നിയോൺ സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈസറെല്ലാം കണ്ണിലടിക്കുന്നു ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിൻ്റെ ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ നിയോൺ സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട്. പാട്ടിട്ട് ഗൈസ്. താഴെ പിക്സലുണ്ട്. കോച്ചമാരെ നമ്മൾ വണ്ടിക്കകത്ത് സെറ്റ് വർക്ക് എല്ലാം കണ്ടായിരുന്നു. ഇനി നമ്മൾ വണ്ടിയുടെ ക്രൂ മെമ്പേഴ്സിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. പരിചയപ്പെടാനൊന്നുമില്ല, ഇവരെല്ലാവരെയും കണ്ടുള്ളതാണ്. ഇതില് താജ്മഹലിന്റെ സെറ്റപ്പും ഉണ്ട്, അതുപോലെ നിഷാദ് ഏട്ടനുണ്ട്, ശ്രീനാഥ് ഏട്ടനുണ്ട്. അപ്പോൾ പുള്ളി ഈ 3 പേര് നമ്മുടെ വീഡിയോയിൽ സ്ഥിരം കാണുന്നുണ്ട്. നമുക്ക് കാണാത്തൊരു പുള്ളിക്കാരുണ്ട്. ചേട്ടാ പേരെന്താ? ശരി. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ താജ്മഹലിൻ്റെ ടീമിൽ നിന്ന് തുടങ്ങാം. ചേട്ടാ
ഇങ്ങനൊരു വണ്ടി ഏഷ്യർ, അതിൽ ഈ ഒരു കോൺസെപ്റ്റാണ് വ്യത്യാസം. ആദ്യമായിട്ട് രണ്ട് TV ഈ ചെറിയ സെഗ്മെന്റിൽ, അതെവിടെ നീട്ടി? നമ്മൾ വണ്ടി എടുത്തപ്പോഴേ വെറൈറ്റി ആയിട്ട് പണി ചെയ്യണം എന്ന് ആഗ്രഹിച്ച് പണി ചെയ്തതാണ്. ഇതേ കണക്ക് വേറൊരു വണ്ടി ഇതുവരെയും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഈ ഒരു ഐഡിയ എവിടെ നീട്ടി 2 TVയുടെ? ഈ ഒരു ഐഡിയ അങ്ങനെയൊന്നുമില്ല, നമ്മൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഇറക്കാം എന്നുള്ള ആ ഒരു ഇതിൽ ചെയ്തതാണ്. പിന്നെ അതിൽ ശ്രീനാഥേട്ടനും നിഷാദേട്ടനും ഒക്കെ കട്ടയ്ക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ചെയ്തു. നിഷാട്ടോ പറ, എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട് ചെയ്തപ്പോ? എങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പം ആ റൈസ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതുപോലെ നമുക്കൊരു വെറൈറ്റി എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ സംസാരിച്ചു. പക്ഷെ നമ്മൾ പല കാര്യങ്ങൾ ഒഴിവാക്കാൻ നോക്കിയിട്ട് പോലും ചേട്ടാ നമുക്ക് ആ സാധനം തന്നെ വേണം. റേറ്റിൽ നമ്മൾ സംഭവം ഒരു വിഷയമില്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത്രയും ഒരു വണ്ടി ഒരു ഭ്രാന്തായിട്ടാണ് നമ്മുടെ അടുത്ത് പല കാര്യങ്ങളൊക്കെ പറയാൻ. നമ്മളെ ഇഷ്ടത്തിന് എന്തൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാൻ പറ്റും. എന്ത് സംഭവമാണ് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല, ചെയ്താൽ മതി. ആ ഒരു ലെവലാണ്. ഇങ്ങനെയൊക്കെ ഒരാളെ കിട്ടാൻ വേണ്ടി സഹായം ചെയ്യണം, അത്രയേ ഉള്ളൂ. ശ്രീനാട്ടാ പറയുന്നു, ഒറ്റ തോഴനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? നമ്മളൊരു സ്ഥാപനമാണ്. പിന്നെ വണ്ടി പണിയാൻ വേണ്ടി നിശാ പറഞ്ഞാൽ തന്നെ അതിനകത്ത് എന്ത് വേണം ഉൾക്കൊള്ളിക്കാം. വേറെ വിഷയമുള്ള ആവശ്യമില്ല. എന്ത് ചെയ്യാൻ നമുക്കൊരു പുതിയ കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാ നമ്മൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ കാക്ക ചെയ്യുന്നേ പറയത്തുള്ളൂ. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. നിശാ പറഞ്ഞാൽ പല കാര്യങ്ങളും ഇതിനകത്ത് ഒഴിവാക്കാൻ നോക്കി. എല്ലാം എല്ലാം നിങ്ങൾ ഇഷ്ടം നിങ്ങൾ ചെയ്തോ. വണ്ടിയുടെ കാലി വണ്ടി കൊണ്ടൊന്നും നിങ്ങൾ ഇഷ്ടം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്തു എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ഫുൾ സപ്പോർട്ടാണേ. പിന്നെ അല്ല വേറെ ലെവല്. നമ്മളെ വണ്ടി എപ്പോഴും ഒരു യൂണീക്ക് വണ്ടി ആയിരിക്കണം. ചെറിയ വണ്ടി പണിയത് ഇപ്പോൾ അറിയാല്ല. എല്ലാ കാര്യങ്ങളും അപ്പോഴത്തെ ഇപ്പോൾ ഉള്ള ടോപ്പിൽ കോസ്മയ്ക്കകത്ത് ചെറിയ വണ്ടി, കാശ്മീരിലെ ചെറിയ വണ്ടി തന്നെ. അത് നമ്മളെ ചാനലിൽ അതിൻ്റെ റിവ്യൂ ഡെലിവറി വ്ലോഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ചേട്ടാ BRSന്റെ വർക്ക് എങ്ങനെയുണ്ട് വണ്ടിക്കകത്ത്? ചെയ്തതിൽ BRSന്റെ 2 ഹാമർടെക്കിന്റെ സബ്ബാണ് ബാക്കിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഒരു JBLന്റെ സബ്ബ് ഉണ്ട്. പിന്നെ എബിച്ചേട്ടനും ഞാൻ ഈ സൈഡൊക്കെ ഫിക്സൽ ചെയ്യാനായിരുന്നു പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഇതൊക്കെ എബിച്ചേട്ടൻ്റെ ഐഡിയ ആണ്. BRSലെ ഐഡിയൊക്കെയാണ് ഈ നിയോൺ വർക്ക് ഇവിടെയൊക്കെ പുള്ളി ചെയ്തതാണ്. അപ്പോൾ പുള്ളിയുടെ ഐഡിയയിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫിക്സലായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു വെറൈറ്റി ആയിട്ട് അവിടെ നിയോൺ വെച്ച് പരീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ചെയ്തതാണ്. എന്തായാലും സംഭവം അങ്ങനെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും വണ്ടിയെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. സെറ്റ് വർക്ക് ആയാലും ബാക്കി ബോഡി വർക്കായാലും എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ് വണ്ടി. ആ ബാക്കിലത്തെ കാളക്കൂട്ടിന്റെ ഡിസൈനൊക്കെ BRS ചെയ്തതാണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തത്. അത് കണ്ടിട്ട് പോലും ഇല്ല. പോയപ്പോഴാണ് ഇവിടെയുണ്ട് കാളക്കൂട്ടിന് താഴെ എവിടെ കിങ്ബുൾ ഇവിടെ ഉണ്ട്. അവിടെ പോയപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ ഈ വണ്ടിക്കകത്ത് ഉണ്ടല്ലോ. അല്ല അവരുടെ തല തന്നെയല്ലേ? തീർച്ചയായിട്ടും പുള്ളി തന്നെയാണ് ഫുള്ള് ചെയ്തത്. ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയാലും പുള്ളി ഈ ലൈറ്റ് ഇവിടെ വെക്കാം, ഈ ലൈറ്റ് ഇവിടെ വെക്കാം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിയുടെ ഐഡിയ തന്നെയാണ്. പിന്നെ നെയിം ബോർഡ് ചെയ്തിട്ടുണ്ട്, പിക്സൽ ബോർഡ്. പിന്നെ സൈഡിൽ 2 റോഡ് ഷോ. വലുത് വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചെറുത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി കൊണ്ടുവരിക, പണി ചെയ്യുക. നിങ്ങളെ കോൺസെപ്റ്റ് എന്താണ്, നിങ്ങൾക്ക് ഒരു പുതിയ ഐഡിയ എന്താണ്, അത് നോക്കി ചെയ്യുക. അതാണ് പക്ക ഒരു വണ്ടി ഭ്രാന്ത് തന്നെയാണല്ലോ. വണ്ടി നമുക്ക് ഫാത്തിമയിൽ വണ്ടി കൊണ്ടുവന്നാലും ശരി തന്നെ. വണ്ടി കൊണ്ട് ചേട്ടാ നിങ്ങൾക്ക് ഇഷ്ടം എന്താണ് ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യുക. അത്ര ഇവരുടെ വല്ല ഒരു കാര്യം പറയാടാ അത് ഇത്തിരി കോസ്റ്റ്ലി ആണ്, പൈസ കൂടുതലാണ്, കാര്യങ്ങൾ കാരണം അത് കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യണം, എത്ര ചെയ്തോ എന്നാണ് അവൻ പറയുന്നത്. ഈ സുഞ്ചറിന്റെ കാര്യം പറഞ്ഞു. റെഡ് ബുൾ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ എല്ലാമായ ഓണറാണ്. വണ്ടി ഇവിടെ ഫാത്തിമയില് പണി ചെയ്തോണ്ടിരിക്കുകയാണ്. ചേട്ടാ ആ വണ്ടി ഇപ്പൊ എങ്ങനെ ഇറങ്ങും? വണ്ടിയെല്ലാം പണി ചെയ്തിറങ്ങി, ഭയങ്കര സന്തോഷമാണ്. പക്ഷെ മച്ചാന്റെ അടുത്ത് എത്താനാണ് ഞങ്ങളെയൊക്കെ എന്തെന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്കകത്ത് ഒരാൾ കയറുമ്പോൾ എന്തുകൊണ്ടും ആ കസ്റ്റമർ പ്രസന്റ് ആയിരിക്കും. ഒരു വീട്ടിലൊരു വിഷയമായിട്ട് വന്നിട്ട് ഒരു ടൂറിന് പോകാൻ ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും വിടാതെ അടിച്ചു പിടിച്ചൊക്കെ ആയിരിക്കും വണ്ടിക്കകത്ത് വന്ന് കയറണം. എന്നാലും അവന്റെ മൈൻഡ് പ്ലസ് പോയിന്റ് ആക്കണമെങ്കിൽ വണ്ടിക്കകത്ത് ഈ സൗകര്യങ്ങൾ അവന്റെ മൈൻഡ് ബാക്കിയുള്ള എല്ലാ പ്രശ്നവും മറന്ന് വണ്ടിക്കകത്ത് അലിഞ്ഞു ചേരുമ്പോഴുള്ളൊരു ഫീൽ അവന് കിട്ടണം. അതിനാണ് നമ്മളെ താജ്മഹൽ വെച്ചാൽ ഒരു രക്ഷയില്ല. പക്ഷെ നമുക്കൊക്കെ അസൂയാണ്, നമുക്കൊന്ന് ഈ ഒരു ഇതിൽ എത്തിച്ചേരാൻ നമുക്കൊക്കെ പറ്റുന്നില്ല. പക്ഷെ എന്നാലും മച്ചാന് ഈ വണ്ടിയോടുള്ള ഭ്രാന്ത്
അമിതമായ ഭ്രാന്തെന്ന് വേണം പറയാൻ. അത് തലയ്ക്ക് എന്താ പറയാ, നമുക്ക് പറഞ്ഞ നമുക്ക് അതൊന്നും പറഞ്ഞ് അങ്ങോട്ട് എത്താൻ പറ്റില്ല. നമ്മളൊക്കെ 2 പ്രാവശ്യം ആലോചിക്കും വേണോ, മറ്റേതൊന്നുമില്ല, അതേ ചെയ്. നമുക്ക് കസ്റ്റമർ, നമ്മൾ ആ ഒരു കസ്റ്റമർ എന്ന് പറയാൻ പാടില്ല, അത് തെറ്റാണ്. കാരണം നമ്മുടെ അടുത്ത് വരുന്ന പയ്യന്മാർ കൂടപ്പുറവ്, അതാണ് അവന്റെ ഒരു മൈൻഡ്. അതിനൊക്കെ ഒരു വണ്ടി ഭ്രാന്തൻ, അതിൽ വേറൊരു പേരിനെ കണ്ടുപിടിക്കണം, ആ ഒരു ലെവലിലോട്ടൊക്കെ എത്തിച്ചേരണം. ഇത് പൊളി. അപ്പം നിഷാദാക്കി നമ്മുടെ ചാനൽ അധികം കണ്ടിട്ടില്ല. ശ്രീയാണാണ് സ്ഥിരം നമ്മുടെ ചാനൽ പറഞ്ഞത്. നിഷാദാക്കി ഇന്ന് നാട്ടിലൊരിക്കൽ കിട്ടി. ഫാത്തിമ ഓണർ നിഷാദ് ഫാത്തിമ. അതെന്താ അങ്ങനെ എടുത്തു പറഞ്ഞേ? അങ്ങനെ നമ്മൾ ഇതിനകത്തൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഫാത്തിമയുടെ ഓണർ എന്ന് പറയുന്നത് നമ്മുടെ നിഷാദാക്കിയാണ്. ഇനി അത് റിവ്യൂല് കിട്ടുമെന്ന്. മുളകിന്റെ സ്വഭാവം കാണുമ്പോ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. സംഭവം അടാറുതാണോ ഒന്നും പറയാൻ. ഇനി എന്ത് വേണം ഫാത്തിമയെ കുറിച്ച് പറയാൻ? ഇപ്പോൾ മച്ചാന്മാരെ അവിടെ ക്യാബിനും അത് കിടിലുമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ അവിടെ അറ്റത്തും ഒരു ലോഗോ, എല്ലാ നിയോൺ സ്ട്രിപ്പും ഉണ്ട് കേട്ടോ മച്ചാന്മാരെ. എല്ലാതും നിയോൺ സ്ട്രിപ്പൊക്കെ ചെയ്ത് BRSന്റെ ഒരു അടിപൊളി ക്യാബിൻ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു റെഡും ബ്ലാക്കും ഒരു ഫിനിഷിങ്ങോടെ തന്നെയാണ് ആ ഒരു ക്യാബ് ഞാൻ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെ മിക്സറും നമ്മുടെ ഒരു സ്ക്രീൻ കൺട്രോളറും എല്ലാം ഇവിടെ പ്രൊസസ്സർ, മുകളിൽ ഫോർവേഡ് ലൈസർ. ഒരു റോഡ് ഷോയ്ക്ക് പറ്റിയ കിടിലൻ വണ്ടിയാണ് ഗൈസ്. അവിടെ വെളിയിലോട്ടൊക്കെ ലൈസറൊക്കെ അടിച്ച് വെച്ചിട്ട് വേറെ ലെവലായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റാണ് നമ്മൾ നേരത്തെ റോഡ് ഷോയ്ക്ക് വേണ്ടി 2 സൈഡിലും വച്ചിരിക്കുന്നത്. മോനെ ഇനി എന്ത് വേണം. അതുപോലെ തന്നെ മുകളിൽ ഒരു സംഭവം ബോക്സ് പോലെ ചെയ്തിട്ട് അതിലാണ് ഫ്രണ്ടിലത്തേക്ക് ആവശ്യമുള്ള സ്പീക്കർ അവിടെ ചെയ്തേക്കുന്നത്. നമ്മുടെ വലിയ പിക്സൽ ബോർഡ് ഇവിടെ കാണാം. മോനെ താജ്മഹൽ ഡ്രീം ക്യാച്ചറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. താജ്മഹൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ റോഡ് ഷോയ്ക്കും പയ്യന്മാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫാമിലി ട്രിപ്പിനൊക്കെ കിടിലമാണ്. ആ ഒരു ലെവലിലുള്ള സൂപ്പർ എന്താ പറയുക, വേറെ ലെവൽ വണ്ടി മച്ചാന്മാരെ. ഒരു രക്ഷയില്ലാത്ത വണ്ടിയുടെ റിവ്യൂ ആണ് ചെയ്തത്. താജ്മഹൽ നമ്മുടെ പ്രണയത്തിൻ്റെയും ഇല്ലാത്തതിൻ്റെയൊക്കെ ഒരു പ്രതീകമായ ഒരു വണ്ടി മച്ചാന്മാരെ. അലമ്പിന് മെഡൽ കിട്ടിയ ടീമാണ്. അപ്പോൾ മച്ചാന്മാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒരു ഡയലോഗ് മറന്നുപോയി, ഇനി നമ്മൾ എന്നും കാണും, കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ മച്ചാന്മാരെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. ബൈ ബൈ.